ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ദേ രാത്രി ഞങ്ങൾ പാണാവിള്ള എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ ആങ്ങളക്ക് ഇപ്പോൾ എക്സാം ഒക്കെ അതിന് വെക്കേഷൻ ആണല്ലോ. അപ്പോൾ അവന് 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി പോകണട്ടാ. അപ്പോൾ പോകുന്ന വഴി ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തുന്നുള്ളൂ. കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ വീഡിയോ എടുത്താലോ. അപ്പോൾ നമ്മൾ പാണാവിള്ള വീട്ടിലെത്തിയിട്ടോ. അപ്പം ഇക്കാൻ്റെ ഇളയ പെങ്ങളെ മക്കളും മോനും ഞാനും ഒക്കെയും കൂടിയാണ് പോയത്. അപ്പോൾ രാത്രി ഇന്ന് അവിടെ താമസിച്ചിട്ട് പിന്നെ കുഞ്ഞുമാനെയും അച്ഛനെയും കൂട്ടിയിട്ട് രാവിലെ ആലുവയിലേക്ക് പോകാമല്ലോ വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഇവന്മാര് പിന്നെ ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ അതേ മുട്ടക്കറി കുഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ ഇടിയപ്പം മുട്ടക്കറിയാണ് ട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇടിയപ്പം കുഞ്ഞുമ്മ ഉണ്ടാക്കുമ്പോഴത്തേക്കും പടിഞ്ഞാറൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇക്കാൻ്റെ പെങ്ങളെ മക്കളെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഇക്കയും ഞാനും എൻ്റെ ആങ്ങളെയും പിന്നെ അവന്മാരും എല്ലാവരുമായിട്ട് ഞങ്ങൾ പടിഞ്ഞാറ് കാണാൻ വേണ്ടി പോയിട്ടാ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടന്നു പോയാൽ മതി, ഒരു 10 മിനിറ്റൊക്കെ നടക്കാം. പക്ഷെ ഇക്ക പറഞ്ഞു അപ്പോൾ നടന്നു പോകുമ്പോഴത്തേക്ക് നേരം വൈകുമ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ പോവാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഓട്ടോറിക്ഷ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ ആ അറ്റത്തേക്കും നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ താറാവ് കണ്ട കുറേ താറാവുണ്ട് ട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ താറാവ് കൃഷിയാണ് കൂടുതൽ എല്ലാവർക്കും. അപ്പോൾ അതേ കൊക്ക് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു. കണ്ട കുറേ താറാവുണ്ട് ട്ടാ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഇങ്ങനെയല്ല, അവിടെ പാലമൊക്കെ ഉണ്ടായിരുന്നു, ഒരു തെങ്ങിൻ്റെ പാലം. പിന്നെ ഇരിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഒരു കലങ്ക് പോലത്തതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പൊളിച്ച് ഇപ്പം വേറൊരു പാലം വന്നിട്ടുണ്ട്, നല്ല പാലം. അന്നെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ പാലമായിരുന്നു. ഇപ്പം നല്ലൊരു പാലം പണിയാനായിട്ട് അവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കണാണ്. അപ്പം ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തപ്പോൾ ഇക്ക ഓട്ടോറിക്ഷയിൽ ഇരിക്കണം കേട്ടാ. അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ അവിടുന്ന്, നല്ല രസമുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടാ. ഇവന്മാർ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വെയിലുണ്ട് കേട്ടാ. വെയിലുള്ള കാരണം പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല, വീട്ടിലേക്ക് തിരിച്ചു പോകാമല്ലോ വിചാരിച്ചു. അപ്പോൾ അവിടെ അടുത്തുള്ള ചേച്ചി നല്ല ഫ്രഷ് ചെമ്മീൻ ഇട്ട് അവിടുന്ന് പിടിച്ചതാണ്, ആ കായലിൽ നിന്ന് പിടിച്ച ചെമ്മീനായിട്ട് പോകുന്നു. അപ്പോൾ ഇക്കടെ പറഞ്ഞു എന്നാ നമുക്ക് ചെമ്മീൻ വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചെമ്മീന് ആ ചേച്ചിൻ്റെ ഒന്ന് വാങ്ങിക്കണം കേട്ടാ. അപ്പോൾ ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെമ്മീൻ മേടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിൻ്റെ പശുക്കുട്ടിയാണിട്ടത്. അപ്പോൾ പശുക്കിടാവും പിന്നെ ആട്ടിൻകുട്ടീൻ്റെയൊക്കെ ഇങ്ങനെ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആലുവയിലേക്ക് പോകാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതേ ഈ ജഗ് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുഞ്ഞുമ്മ പറഞ്ഞാൽ നീ എടുത്തോന്ന് പറഞ്ഞ്. അപ്പോൾ അടുക്കളയിൽ നല്ല ഭംഗിയായിട്ട് വെക്കാമല്ലോ. അപ്പോൾ ഞാനത് ആലുവയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതേ നമ്മൾ ഓട്ടോറിക്ഷ കയറട്ടെ. അപ്പോൾ ഓട്ടോ കയറാൻ വേണ്ടി വന്നപ്പോൾ അതേ അവിടെ കുറേ തൊഴിലുറപ്പുകാർ ചേച്ചിയൊക്കെ ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് പണി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എടുത്തു കേട്ടോ. അപ്പം ഇനി ആലുവയിലെ വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ വരുന്ന ബീഫ് വാങ്ങിച്ചു കേട്ടോ. ചെമ്മീൻ നന്നാക്കി വരുമ്പോഴത്തേക്കും കുറേ ടൈം ആകും. അപ്പോൾ എളുപ്പം തന്നെ വന്നിട്ട് നെയ്ച്ചോറും ബീഫും ബീഫ് കറിയും വെച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരു ഇയർഫോൺ ചലഞ്ച് വെച്ചു. അപ്പം അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അതും ഒന്ന് കാണണം കേട്ടോ. ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ അത് ഇടാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കണതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി കാണും. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ വെറുതെ ഒന്ന് നൈറ്റ് നടന്നാലോ, ഒരു 10 മിനിറ്റ് നടക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമല്ലേ, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ചൂണ്ടിയിലൊക്കെ കാണാൻ. അപ്പോൾ ചൂണ്ടി വരെ ഒന്ന് വെറുതെ ജസ്റ്റ് നടന്നിട്ട്
വരാലാന്ന് വിചാരിച്ചു. ഇപ്പൊ വരുമ്പോ ഇക്കാന്റെ ഓട്ടോറിക്ഷയില് ഒന്ന് വരാ, പോകുമ്പോ നടന്നു പോകാന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കണം കേട്ടാ. നൈറ്റ് ഇങ്ങനെ നടക്കാൻ നല്ല വൈബാണ്. അപ്പൊ ദേ നമ്മള് ചൂണ്ടി എത്തി. അപ്പൊ ചൂണ്ടിയിലെ കുറച്ച് കടകളൊക്കെ ഞാൻ കാണിച്ചു തരാം, നല്ല അലങ്കരിച്ചിട്ട്. പിന്നെ പള്ളിയിൽ കരോളുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ അതാ ചൂണ്ടിയിലേക്ക് എത്താനായിട്ട്. അപ്പൊ നമ്മ കനാല് വഴിയാണ് വന്നത്, ബസ് റൂട്ട് വന്നില്ല. കാരണം നടക്കുമ്പോ ആകെ കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പുറത്ത് കനാലിന്റെ വഴി ഉണ്ടായി. അപ്പൊ അതേ കൂടെ നമ്മള് നടന്നു വന്നത് ട്ടാ. അപ്പൊ ദേ ഇവിടെ ഒരു വലിയ സ്റ്റാർ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഉണ്ടാക്കിയ സ്റ്റാറാണ്. ആ ചേട്ടന്മാരൊക്കെ കൂടി ഉണ്ടാക്കിയതാണ്. അപ്പൊ ദേ ക്രിസ്മസ് ട്രീ, പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നേരിട്ട് ഇതിന് മുമ്പ് ഭംഗിയായിട്ടാ കാണാനായിട്ട്. ക്യാമറയില് അത്ര തോന്നാറില്ല, എന്നാലും ഭംഗിയുണ്ട്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് കാണിച്ചു തരാം, കുറച്ച് കാണിച്ചു തരാം കേട്ടാ. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ നൈറ്റ് ഇതേപോലെ ക്രിസ്മസിന്റെ തലേ രാത്രിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോ നല്ല വൈബാണ് അല്ലേ. ചൂണ്ടിലൊക്കെ പിന്നെ നല്ല രസമാണ്. അപ്പൊ നമ്മളിത് ഇക്കാന്റെ ഓട്ടോ സ്റ്റാൻഡിലെത്തി. അപ്പൊ ഇക്ക ഓട്ടോ ഇടാൻ വേണ്ടി പോയേക്കണുണ്ടാവും. കരോളും നമ്മൾ വന്നപ്പോഴേക്കും പോയി. അപ്പൊ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ രാത്രി കഴിക്കാനായിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ട, ബീഫ് കറി ഉണ്ട്. അപ്പൊ ഇത്ര ഉള്ളൂ കൂട്ടുകാർ ഇന്നത്തെ എന്റെ വീഡിയോയിൽ വിശേഷം. അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.